ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാഹനത്തിൻ്റെ പെർമിറ്റ് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ടാക്സി വാഹനങ്ങൾ നിരത്തിൽ ഓടിക്കണമെങ്കിൽ പെർമിറ്റ് ആവശ്യമാണ്. നമ്മൾ ഓൺലൈനിലൂടെയോ മൊബൈൽ ഉപയോഗിച്ചോ എല്ലാം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ പെർമിറ്റ് അനുവദിച്ച് കിട്ടുന്നതാണ്. ആ ഒരു പെർമിറ്റ് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ലിങ്ക് കാണാം, parivahan.gov.in എന്നുള്ള ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ മെനു ബാറിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കേരള സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിന് നേരെയുള്ള വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഒരു ബോക്സ് കാണാം. ആ ഒരു ബോക്സിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ ഇടപെടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു പോപ്പ് ഓപ്പനായി വരും. ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ ഏറ്റവും മുകളിലുള്ള മെനു ബാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓൺലൈൻ പെർമിറ്റ് എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ആയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. വാഹനത്തിൻ്റെ നമ്പർ ഇടപെടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ, അതായത് രണ്ടാമത് കാണുന്ന ബോക്സിൽ വാഹനത്തിൻ്റെ ചേസ് നമ്പർ, അതായത് ചാസിസ് നമ്പർ എന്നുള്ള ആ ഒരു നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന 1 ടൈം പാസ്വേഡ് താഴെ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പ് ഓപ്പനായി വരും. ഇതിൽ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ പുതിയൊരു പേജ് ഓപ്പനായി വരും. ഇവിടെ ആയിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന വലതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിൻ്റ് ഡോക്യുമെൻ്റ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് പെർമിറ്റ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാഹനത്തിൻ്റെ നമ്പർ, അതായത് രജിസ്ട്രേഷൻ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഹനത്തിൻ്റെ പെർമിറ്റുകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത, അതായത് അപ്ലൈ ചെയ്ത പെർമിറ്റുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർമിറ്റാണ് ആദ്യം കാണുന്നത്. ആ ഒരു പെർമിറ്റാണ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് പ്രിൻ്റ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പെർമിറ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ പെർമിറ്റ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാത്തരം വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.